അയ്യപ്പേട്ടാ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ചേട്ടാ, വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട സമരം അത് അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അവർക്ക് നേരിട്ടതും, അതായത് ആശാ വർക്കർമാർക്ക് നേരെ ചൊരിഞ്ഞ അതേ അധിക്ഷേപങ്ങൾ തന്നെ CPM നേതാക്കൾ ഇവർക്ക് നേരെയും ചൊരിഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളുടെ മനസ്സിൽ അത് വലിയ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഒരു ഗുണം ഉണ്ടാകുന്നത് വരെ തുടരാൻ ആ കുട്ടികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ നിർത്തി വീട്ടിൽ പോകും. കാരണം 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് തീർന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ അവരുടെ മുൻപിലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരത് അവസാനിപ്പിച്ചത്. പക്ഷേ അതേസമയം തന്നെ ഈ കുട്ടികളുടെ നേരെ വല്ലാത്ത രീതിയിൽ ഒരു അധിക്ഷേപമൊക്കെ ചൊരിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഒരു CPM നമ്മളും ഇത് മുൻപും പറഞ്ഞു, CPM നേതാക്കൾ പറയേണ്ട ഒരു സമരത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്ന് അറിയാത്തവരല്ല CPMകാർ. അവർക്ക് നടത്തിയ അത്രയും സമരമൊക്കെ വേറെ ആരും നടത്തിയിട്ടുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇത്രയൊക്കെ, അതായത് ചോദിച്ചത് ആത്മഹത്യ ചെയ്തൂടെ, മീൻ വിൽക്കാൻ പോയിക്കൂടെ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രയേറെ അധിക്ഷേപം? പ്രജിത പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്ന് ചോദിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്നോ തൊഴിലാളി വർഗ പാർട്ടിയെന്നോ തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെന്നോ എന്നേ ഇവിടുത്തെ CPM നേതാക്കൾ മറന്നു കഴിഞ്ഞു. അതായത് ഇപ്പോൾ മധുരയിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ പറഞ്ഞു, ജനങ്ങൾക്കിടയിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലണം, ഗ്രാമങ്ങളിൽ പാർട്ടി ഉണ്ടാക്കണം, ആശാവർക്കർമാരെ സമരത്തിൽ ഇടപെടണം, ജനങ്ങളുമായി അടുത്ത് നിൽക്കണം. ഇങ്ങനെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പതിവായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക. അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടി ക്ലാസ്സുകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഇതിലൊക്കെ പറയുന്നതും അതെല്ലാം ലിഖിതമായി എഴുതി വെക്കുന്നതും എഴുതി വെച്ച് ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഭരണത്ത് വെക്കുന്നതുമാണ് മെയിനായിട്ട് ഉള്ളത്. കൊണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് പാർലമെൻ്ററി തലത്തിൽ ഈ ഒരു 10ാമത് വർഷത്തിലേക്ക് പോകുമ്പോൾ CPM എന്ന പാർട്ടിയിലെ നേതാക്കളുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവം നഷ്ടമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 72ാം ദിവസത്തിലേക്ക് കിടക്കുന്ന ആശാവർക്കർമാരുടെ സമരം. ഇന്നിപ്പോൾ ഈ CPOമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കുട്ടികളെ കാണാൻ ചെന്നപ്പോൾ ഇത് CPM നേതാക്കൾ AKS സെൻറ്ററിൽ ഇവർ കാണാൻ പോയത് ആരെയാണ്? ആ കണ്ട നേതാവിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരെ വരുമെന്ന് ആ കുട്ടികൾ സമരം കിടന്ന പന്തലിൽ പോയി ഇവിടുത്തെ നേതാക്കന്മാർ ചെന്ന് വിരട്ടി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അങ്ങനെ, അതായത് ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആരാണ് പറഞ്ഞെന്നുള്ളത് AKS സെൻറ്ററിൽ ചെന്ന് കാണണമെങ്കിൽ പാർട്ടിയുടെ നിയുക്തമായിട്ടുള്ള ആ പോസ്റ്റിലിരിക്കുന്ന ഒരാളെയാണ് ഇവർ പോയി കണ്ടത്. അതാരെന്ന് നമ്മളാരും അത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കാണാൻ ചെന്നപ്പോൾ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളോട് അഡ്വക്കേറ്റ് ജയസൂര്യ എന്ന നമ്മൾ ചില വിഷയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്ന നമ്മൾ ചില അഭിമുഖങ്ങളൊക്കെ എടുക്കുന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ കുട്ടികളുടെയൊക്കെ ഫാമിലി എന്ന് പറയുന്നത് CPM ഫാമിലിയാണ്. CPM ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളാണ് ഈ കുട്ടികൾ. ഈ കുട്ടികൾ അവർക്ക് ഈ സമരം, ഇപ്പം പ്രേത ചോദിച്ചു, ഈ സമരം നടത്തി അവർ അവസാനിപ്പിച്ച് പോയി. അതായത് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾ ഉണ്ടെന്നും ഞങ്ങളുടെ കാലാവധി നീട്ടിത്തരണമെന്ന് അവർ പലവട്ടം പല നേതാക്കന്മാരുടെ സംസാരിച്ചപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ ഞങ്ങൾ നീട്ടിത്തരാമെന്ന് പറഞ്ഞ വാക്ക് അവർ വിശ്വസിച്ചു. പക്ഷേ അത് പിന്നീട് ഒരു അനക്കം വയ്ക്കാതെ കണ്ടപ്പോഴാണ് ഈ കുട്ടികൾ സമരത്തിലേക്ക് പോയത്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് പാർലമെൻ്ററി തലത്തിൽ 9ാം വർഷത്തിലേക്ക് അല്ലെങ്കിൽ 10ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അവരുടെ മാനസികത പോയത് കൊണ്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. ഒരു വർത്തമാനം. 2, നിങ്ങൾ മീൻ കച്ചവടത്തിന് നിങ്ങൾക്ക് പൊയ്ക്കൂടെ? പഠിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞു, മെറിറ്റ് അടിസ്ഥാനത്തിൽ അവരുടെ ശാരീരിക ക്ഷമത, കായിക ക്ഷമത ഒക്കെ നോക്കിയിട്ടാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. അല്ല ഈ പിൻവാതിൽ നിയമനം, ഇപ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ളത് PSCക്ക് ആൾ ഒഴിവുണ്ടെന്നും പറഞ്ഞിട്ട് PSCക്ക് റിപ്പോർട്ട് ചെയ്യും. PSCയിൽ 1000-കണക്കിന് 16-കണക്കിന് ലക്ഷക്കണക്കിന് പേര് പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ CPMൻ്റെ പാർട്ടി ഓഫീസിലാണ് ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അവിടുന്ന് അത് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഈ പോസ്റ്റിന് പറ്റില്ല. കാര്യം ഇതിന് കായികക്ഷമത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കായികക്ഷമത നിസ്സാരമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അതെ, അതിനു വേണ്ടി ആ കുട്ടികൾ തയ്യാറെടുത്തിരുന്നത് പോലും എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടാണ് പ്രജിത. അത് ആ എഫർട്ട് എടുക്കുന്നത് മുതൽ എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഒരു തൊഴിലാളി വർഗ പാർട്ടി അല്ലെങ്കിൽ മാനുഷികത ഉണ്ടെന്ന് പറയുന്ന പാർട്ടി, ഈ പറയുന്ന നേതാക്കൾക്ക് മുമ്പ് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നൊരു പാർട്ടി, AKGയെ പോലെ മനുഷ്യനെ മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ വലിയ നേതാക്കളുണ്ടായിരുന്ന പാർട്ടിയാണ്. നിങ്ങൾ ചത്താലും ഞങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്കെന്താ മീമിക്കാൻ പൊയ്ക്കൂടെ? നിങ്ങളെന്താ കോൺഗ്രസ്സുകാരെ പറയാത്തത്? നിങ്ങളെന്താ BJPക്കാരെ പറയാത്തത്? അതും ഒരു യുവ നേതാവാണ് പറഞ്ഞിരിക്കുന്നത്.
അതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കടുത്ത അധിക്ഷേപമാണ് ഈ കുട്ടികൾക്ക് ഉണ്ടായത്. അതായത് ഈ ആത്മഹത്യ ചെയ്താലും ഒരു പ്രശ്നമില്ലെന്നൊക്കെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അതായത് പോയി ചത്തൂടെ എന്ന് ഡയറക്റ്റ് ചോദിക്കുകയാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ വളരെ ധാർമ്മികമായ രീതിയിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന മലയാളിയുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ് അവനവന് വരുമ്പോൾ മാത്രമേ ആ ഒരു ഇസം എല്ലാവർക്കും ഉണ്ട്, സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് അതിലേക്ക് പോകത്ത്. ഈ പറയുന്ന നേതാക്കളുടെ മക്കളൊക്കെ അവര് മീൻ വിൽക്കാൻ പൊക്കൂടെ, അവർക്ക് മീൻ വിൽക്കാൻ പൊക്കൂടെ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനാണ് പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ടത്? ഇവിടെ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടക്കുന്ന സമയത്തല്ലേ മുഖ്യമന്ത്രിയുടെ മകളെ പഠിപ്പിക്കാനായിട്ട് അങ്ങ് വിട്ടത്, വിദേശത്ത് വിട്ടത്? അല്ല പ്രേത, ഒരു കാര്യം കൂടെ ഞാൻ വിചാരിച്ചു പ്രേത അതാണ് പറയാൻ പോകുന്നത്. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവിന്റെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കും പറയാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചത്. അതായത് ഈ പറയുന്ന അവരൊന്നും അതിന് പോകില്ലല്ലോ ചേട്ടാ. അവരുടെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഏത് CPM നേതാവിന്റെ മക്കളാണ് ഈ രീതിയിലുള്ളത്? ഏത് CPM നേതാവിന്റെ മക്കളുണ്ട്? അവരെല്ലാം പഠിച്ചിരിക്കുന്നത് വിദേശത്താണ്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വിരളമായിട്ടുള്ള ആളുകളുടെ മക്കൾ ഒഴിച്ചാൽ, അതായത് P ജയരാജൻ ഉൾപ്പെടെ പോലെയുള്ളവരുടെയൊക്കെ മക്കളെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആരും ഒരാനുകൂല്യവും പറ്റാതെയല്ല ജീവിക്കുന്നത്. എല്ലാവരുടെയും എല്ലാ ബിസിനസ് നേതാക്കളുടെയും ആനുകൂല്യങ്ങൾ പറ്റി തന്നെയാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ മകളെ പഠിപ്പിക്കാൻ അങ്ങ് വിദേശത്തല്ല, തൊട്ടടുത്ത സംസ്ഥാനത്തേക്കൊക്കെ വിടുമ്പോൾ അവിടെ ആരെയാണ് ഏറ്റവും പ്രമുഖനായ ഒരു ബിസിനസ്സുകാരന്റെ എന്താ പറയാ ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചുകൊണ്ടിരുന്നത് അല്ലെ? അതെല്ലാം പറഞ്ഞിരുന്നതും ഒരു മുതിർന്ന നേതാവാണ് അതെല്ലാം വിളിച്ചു പറഞ്ഞത് പോലും. പിണറായിയുടെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ആരുടെ കമ്പനിയിലാണ്? രവി പിള്ളയുടെ കമ്പനിയിൽ. രവി പിള്ളയുടെ കമ്പനിയിലാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ആദ്യം ജോലി തുടങ്ങിയത്. അതിനുശേഷമാണല്ലോ എക്സാലോജിക്കിലേക്ക് വരുന്നത്. അപ്പോൾ പിണറായിയുടെ മാത്രമല്ല EP-യുടെ മകൻ എന്താണ്? അപ്പോൾ താഴെ തട്ടിലേക്ക് നോക്കിയാലും ഇവർക്ക് ആർക്കും പൈസ കൊടുത്തിട്ട് ഒന്നും കയറേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. ഇനി പൈസ കൊടുത്ത് ഇവർ കയറുന്നതൊന്നും ഒരു നേതാക്കളുടെയും മക്കള് സമരത്തിനിറങ്ങുകയോ ഒരു നേതാവിൻ്റെയും മകനോ മകളോ ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവർക്കെല്ലാം വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇതിൻ്റെ ഒന്നും ദണ്ണം അറിയില്ല. അച്ഛനൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോഴത്തെ നേതാക്കളൊക്കെ കാണുമ്പോഴേ, ഇപ്പോഴത്തെ നേതാക്കൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയ്മനം സിദ്ധാർത്ഥന്റെ കാര്യമാണ്. അയ്മനം സിദ്ധാർത്ഥന് ഒരു സമരത്തില് അടി വരുമ്പോ ഓടണ ഒരു ഓട്ടമുണ്ട്. ഞാൻ അതെന്നും ആലോചിക്കും. ഒരു ഇന്ത്യൻ പ്രണയകഥയില് അത് അല്ല, ഞാൻ പലപ്പോഴും നമ്മുടെ സമരങ്ങളൊക്കെ കാണുമ്പോൾ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഈ മഹാരാജാസിലൊക്കെ അടി ഉണ്ടാകുന്നതൊക്കെ നേരിടും. അപ്പം ഞാൻ എപ്പോഴും നോക്കുന്ന കാര്യം, ഈ അടി കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിന് മുൻപന്തി നേതാക്കൾ തന്നെ ഉണ്ടാവും നോക്കണം. ഇതിന്റെ മുൻപന്തിയിൽ അടി കൊള്ളാൻ ഇവരെ വിട്ടുകൊടുത്തിട്ട് ബാക്കി എല്ലാവരും പിൻവലിയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരാൾക്ക് പോലും ഇതിന്റെ ഒന്നും ദണ്ണം അറിയില്ല. അവർക്കെല്ലാം കൈക്കുമ്പിളിൽ കിട്ടുന്നുണ്ട്. വെയിൽ പോലും കൊള്ളുന്നില്ല. പണ്ടൊക്കെ സമരത്തിനിറങ്ങിയ നേതാക്കളുണ്ട്. ഇപ്പൊ ഏത് നേതാവാണ് സമരത്തിനിറങ്ങുന്നത്? ഇപ്പൊ ഈ CPM കൃത്യമായ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യത്തിന് സമരം നടത്തിയിട്ടുണ്ട് ഈ ഭരണത്തിൽ കയറുന്നതിന് മുമ്പ്. ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോ പിന്നെ ഈ 9 വർഷമായിട്ട് അവരുടെ കൈകാര്യമല്ലേ? ഇല്ല. ആകെ നടത്തിയത് എന്താണ്? ഈ പറയുന്ന ക്യാമ്പസിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള സമരമാണ്. പിന്നെ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് വല്ല കാര്യമുണ്ടോ ചേട്ടാ? ഒരു ദിവസം പോലെ ഈ കോൺഗ്രസ് നേതാക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അണ്ടർപാസ് വെക്കാൻ പറ്റില്ല. ഇവർ സമരം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയാം, വിഷയത്തിൽ നിന്ന് മാറുകയല്ല. അപ്പോൾ ഒരു അണ്ടർപാസ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഹൈവേയിൽ ഇത്ര കിലോമീറ്ററിന് അപ്പുറം എന്നുള്ളതുണ്ട്. അതങ്ങനെ തന്നെ പോവുള്ളൂ. അത് ഏത് സമരം നടത്തിയാലും അത് ഇനിയിപ്പോൾ മാറി മാറി ഏത് ഗവൺമെന്റ് വരുമ്പോഴും ഈ പണികൾ നടന്നാലും അതിനനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഒരു സമരപ്പന്തൽ, പ്രധാനപ്പെട്ട 2 നേതാക്കൾ, പേര് പറയുന്നില്ല, അവിടെ ചേരാനല്ലൂർ ഭാഗത്ത് സമരം ചെയ്യുകയാണ്. പിറ്റേ ദിവസം സമരപ്പന്തൽ അയച്ചു മാറ്റി. ഇപ്പൊ SDPIയുടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. SDPI അവിടെ ഒരു ഭാഗം ഇങ്ങനെ ഇത് എന്താ പറയാ കമ്പൊക്കെ വെച്ച് കുത്തി നിർത്തിയിട്ട് ഇവിടെ അണ്ടർപാസ് വേണമെന്ന്.
വല്ല കാര്യമുള്ള കാര്യത്തിന് ഈ SDP ഇവരൊക്കെ എന്തെല്ലാം കാര്യത്തിൽ സമരം നടത്തുന്നുണ്ട്. ഇവർക്ക് ഈ കുട്ടികൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആശമാർ അവിടെ സമരം ചെയ്യുന്നുണ്ട്. ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അല്ല പ്രീത, ഇതിനകത്തെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണല്ലോ, നമുക്ക് ഈ സംസാരം തുടങ്ങിയെടുത്ത് നമുക്ക് എത്തിക്കാം. അതായത് ഇതിന് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു കോൺഗ്രസ്സിലെ നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവോ ഇത്തരത്തിൽ നിങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്തൂടെ, മീൻ കച്ചവടത്തിന് പൊക്കിയൂടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞിടെന്ന് പറഞ്ഞാൽ ഇവരാണ് പ്രതിപക്ഷത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ യുവ നേതാക്കളൊക്കെ കൂടെ അവർക്ക് വേണ്ടി സമരം വിളിക്കാനും അവരെ വഴി തടയാനും ഒക്കെ പോകില്ലായിരുന്നു. AKG സെൻറ്ററിൽ ചെന്നപ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചുകൂടെ ഇവർ ചിന്തിക്കണം. ഒരു യുവ നേതാവ് ചോദിച്ചത് നിങ്ങൾക്ക് RPF-ലോ അല്ലെങ്കിൽ CRPF-ലോ ഒക്കെ പൊയ്ക്കൂടെ എന്നൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ആരെങ്കിലും വെളിയിൽ പറഞ്ഞാൽ നിന്നെയൊക്കെ കേസെടുത്ത് കുരുക്കിക്കളയുമെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് ഭരണത്തിൽ ഇല്ലാത്ത അത് പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ കുട്ടികളുടെ സമരം എന്തുകൊണ്ട് നിന്നുപോയി എന്നുള്ളതാണ്. അത് മറ്റൊരാൾക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് ആ സമരം കൊണ്ടുപോകാൻ ഈ കുട്ടികൾക്ക് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ പുറകെ വരുന്നവർക്കെങ്കിലും അത് ഒരു ഉപകാരമായേനെ. പക്ഷെ അതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകം ചേട്ടൻ പറഞ്ഞു തന്നെയാണ്, കുടുംബമെല്ലാം CPM-കാരാണ്. അതുകൊണ്ടാണ് അവർ അന്ധമായി, ഞാൻ അവരുടെ ചർച്ചയിൽ ഞാൻ കണ്ടു, ആ കുട്ടികൾ പറയുന്നത്, ഇവർ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ്. അഭയ, അമൃത, അനവദ്യ എന്നീ കുട്ടികളാണ് ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറഞ്ഞത്. നമ്മളോട് ജയസൂര്യ സാറ്, അഡ്വക്കേറ്റ് ജയസൂര്യ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇവരൊക്കെ ഞങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരപ്പന്തലിൽ വരുന്ന മീഡിയകളോടൊക്കെ പറയുന്നത്. കാര്യം വീട്ടുകാർ പോലും അറിയുന്നില്ല ഈ കുട്ടികളുടെ സമരത്തിൽ. വീട്ടുകാർ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, വന്ന ദിവസമേ അറിയാതിരുന്നിട്ടുണ്ടാവുള്ളൂ. ഒരു സമരം നടത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ആവുന്ന CPO റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന കുട്ടികൾക്ക് അറിയാൻ വയ്യായികയുണ്ടെങ്കിൽ അവരെയൊക്കെ CPO-യിൽ എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ ഇവരുടെ പിന്നിലുള്ള പ്രശ്നം ഇതാണ്, ഈ സമരം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാതിരുന്നത് ഇവർക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നതിനും പിന്നിലെ കാരണം ഇവരെല്ലാം അടിയുറച്ച CPM-കാരാണ്. സർക്കാരിനെതിരെ ഒരു പരിധി കഴിഞ്ഞ് ഇവർക്ക് സമരം ചെയ്യാൻ കഴിയില്ല. പ്രഹസനമായ ഒരു സമരം പോലെ ആയിപ്പോയി. ഏതായാലും കാലാവധി ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ നീട്ടിത്തരാം, കാലാവധി റാങ്ക് ലിസ്റ്റിലുണ്ട്, കാലാവധി നീട്ടിത്തരാമെന്ന് CPM നേതാവ് പറഞ്ഞു പറ്റിച്ചു. അതുകൊണ്ടാണ് നമ്മളീ പറയുന്നത് പറഞ്ഞു പറ്റിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത്. ഏതായാലും കേട്ടു നിന്നവർക്ക് പോലും, അതായത് നമ്മൾ പത്രസമ്മേളനത്തിൽ കേട്ട് അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെ കേട്ടവർക്ക് പോലും ഹൃദയം വേദനിക്കുന്ന രീതിയിലാണ്, നിങ്ങൾ ചത്താലും ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ PK ശ്രീമതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താ ദുർവാശിയാണോ ഇത് തന്നെ വേണമെന്നുള്ളത്. PK ശ്രീമതിക്ക് മക്കളില്ലേ എന്നാണ് ആ കുട്ടികൾ ചോദിച്ചത്. അല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, ആ കുട്ടികളുടെ ചോദ്യത്തിനൊരു കാര്യമുണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അവർക്കിത് ആശമാരുടെ സമരം പോലെ കത്തിക്കാൻ കഴിയണമായിരുന്നു. ആ വിഷയത്തെ കത്തിക്കാൻ കഴിയണമായിരുന്നു. ഇതിപ്പോൾ അവർ കുറച്ചുപേർ വന്ന് നിന്ന് ചെയ്ത് പോകുന്നു. അതായത് ഈ നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് CPM-കാരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്, കുടുംബത്തിലെ കുട്ടികൾ തന്നെയാണ്, ഇതിനപ്പുറത്തൊന്നും ഇവർ പോകില്ല എന്നുള്ളൊരു ധാരണ ഇവർക്ക് കിട്ടി. ആശമാരുടെ ഇതിൽ അവർക്ക് ആ ഒരു ധാരണ കിട്ടിയിട്ടില്ല, അവർക്ക് അവിടെ തെറ്റിപ്പോയി. ഇത് പക്ഷേ ഇവർ കൃത്യമായിട്ട് CPM-നൊക്കെ ഈ ഇന്ന ആളെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചറിയാനായിട്ട് വെറുതെ നിമിഷങ്ങൾ മാത്രം മതി. അവർക്ക് അത്രയും സംവിധാനങ്ങളുണ്ടല്ലോ. അവരുടെ ആ സമരത്തിനെ, അവരുടെ ഈ റാങ്ക് ലിസ്റ്റിലെ കാലാവധി കഴിഞ്ഞിട്ട് പിന്നെ സമരം ചെയ്തിട്ട് എന്തർത്ഥം? ചേട്ടാ, ഈ സമരം ചെയ്തത് എന്തർത്ഥം എന്ന് ചോദിക്കുമ്പോൾ പുറകെ വരുന്നവർ കൂടിയുണ്ട്. നമ്മൾ മുന്നേ പോകുന്നവർ പുറകെ പോകുന്നവർക്കൊരു വഴികാട്ടിയാകണം അല്ലേ? ഈ പറയുന്ന ആശാവർക്കർമാർ ഈ പ്രായത്തിലും സമരം ചെയ്യുന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തങ്ങൾക്ക് പിന്നാലെ വരുന്നവർക്ക് വേണ്ടി കൂടിയാണ്. അത് ഈ കുട്ടികൾക്ക് ഈ ദീർഘവീക്ഷണം ഇല്ലാതെ പോയതിന് പിന്നിലും CPM എന്ന പ്രബുദ്ധത ഇവരുടെ തലയിൽ എപ്പോഴൊക്കെയോ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടികളെ വീട്ടുകാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകണം, ഇത് മതി എന്ന് അവരും പറഞ്ഞിട്ടുണ്ടാകണം. അതെ, അതുകൊണ്ട് തന്നെ അവരെ വീട്ടുകാർ കൂടി ഇതിലാക്കി കാണാം. കാരണം പാർട്ടിയാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്, ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്, നിങ്ങൾ ഇനിയും പ്രസ്ഥാനം പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാകണം. ഏതായാലും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുപോയി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് ഇങ്ങനെയാണ്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി പാർലമെന്ററി തലത്തിൽ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മാനുഷികത നഷ്ടമായ ഒരു കൂട്ടം പേരായി ഈ പാർട്ടി തീർന്നിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ്, അതായത് അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചാലേ ആ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. അതെ.